താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ചുരം കയറുന്ന വാഹനങ്ങളുടെ നിര അടിവാരം വരെ പിന്നിട്ട് കഴിഞ്ഞു. ഇടയ്ക്ക് നിര തെറ്റിച്ച് കയറുന്ന വാഹനങ്ങൾ കുരുക്ക് വീണ്ടും സങ്കീർണമാക്കുന്നുണ്ട്. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണോ? അമൽ, 3 ദിവസമായി താമരശ്ശേരി ചുരത്തിൽ അതിരൂക്ഷ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ചുരം 1-ാം നിലയിൽ നിന്ന് തുടങ്ങിയ ബ്ലോക്ക് ചുരം 1-ാം നിലയിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള 9-ാം നിര വരെ വലിയ രീതിയിലുള്ള ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസമാണ്, ന്യൂ ഇയർ ആണ്. ഇതൊക്കെ തന്നെ ആഘോഷിക്കാൻ വയനാട്ടിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ നിരവധിയുണ്ട്. ഇവരൊക്കെ തന്നെ മണിക്കൂറുകളായി ഈ നിരയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ചുരം സംരക്ഷണ സമിതിയും പോലീസും സ്ഥലത്തെത്തി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. നിര തെറ്റിച്ച് കാറുകളും മറ്റുമൊക്കെ എത്തുന്നത് മറ്റൊരു ഗതാഗത കുരുക്കിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ വലിയ വാഹനങ്ങൾക്ക് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോഴും ഈ 3-ാം ദിവസവും ചുരത്തിലെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തുടരുകയാണ് എന്നുള്ളതാണ്. മണിക്കൂറുകളായി കുട്ടികളും വയോധികരും അടങ്ങുന്ന ആളുകൾ വാഹനത്തിൽ കുടിവെള്ളമോ മറ്റൊരു സൗകര്യവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ദയനീയ അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെറിയ രീതിയിൽ ഗതാഗത കുരുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും പൂർണ്ണമല്ല. മണിക്കൂറുകളായി ഇപ്പോഴും ചുരത്തിന്റെ പല വളവുകളിലും കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ പലതായി ഉണ്ട് എന്നുള്ളതാണ്. അമൽ, കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു എന്ന വാർത്തയാണ് അനഘ ഹർഷൻ നൽകിയത്.